നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ. സീറോ മലബാർ സഭയുടെ തലവനായ മാർ റാഫേൽ തട്ടിൽ പിതാവ് അങ്ങ് വത്തിക്കാനിൽ നിന്നും തൻ്റെ വെടല ചിരിയുമായി വരികയാണ്. അതെ, അദ്ദേഹത്തിൻ്റെ ഉറങ്ങുമ്പോൾ പോലും ചിരിക്കുന്ന ആ ചിരിയാണ് വെടല ചിരി എന്ന് പറയുന്നത്. സീറോ മലബാർ സഭയുടെ തലവൻ, സഭാതലവനെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടിങ്ങിൽ ഞാൻ കേട്ടത് അനുസരിച്ച് 30 വോട്ടുകൾ കിട്ടിയ കല്ലറങ്ങാട്ട് പിതാവ് വിനയത്തോടെ മാറി നിന്നപ്പോൾ ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ 4 വോട്ട് കിട്ടിയ തൃശ്ശൂർക്കാരനായ റാഫേൽ തട്ടിൽ സഭാതലവനായി മാറി. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഏതാനും നിമിഷ നേരത്തേക്ക് അദ്ദേഹം ബോധമില്ലാത്തവനായി മാറി എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്. കാരണം അദ്ദേഹം ഒട്ടും അർഹിക്കാത്ത ഒരു സ്ഥാനം ലോട്ടറി അടിച്ചതുപോലെ തനിക്ക് വന്ന് വീണപ്പോൾ അദ്ദേഹം ബോധരഹിതനായ ഒരു തരത്തിൽ അദ്ദേഹം തന്നെ പറയുന്നു. അതെ, അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. കിലുക്കം എന്ന സിനിമയില് ഇന്നസെന്റ് അവതരിപ്പിച്ച കഥാപാത്രത്തിന് ഒരു പെൺകുട്ടി ഇന്നസെന്റിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ലോട്ടറി അടിച്ചതായി അഭിനയിച്ച് നമ്പർ പറഞ്ഞപ്പോൾ ഇന്നസെന്റ് ബോധരഹിതനായി വീണതുപോലെയാണ് നമ്മുടെ സഭാതലവനായ റാഫേൽ തട്ടിന് സംഭവിച്ചത്. അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായ വെടലച്ചിരി ഉണ്ടല്ലോ, അത് അവിടെ റോമിൽ പോയപ്പോഴും പോപ്പിനെ കണ്ടപ്പോഴും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ വിഡ്ഢിത്തരം, അദ്ദേഹത്തിന്റെ വെടലത്തരം വ്യക്തമായത് വത്തിക്കാൻ ന്യൂസ് എന്ന് പറയുന്ന വത്തിക്കാന്റെ ന്യൂസ് ചാനലിൽ അദ്ദേഹം കൊടുത്ത അഭിമുഖത്തിലാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും അത് കണ്ടു കാണും. അദ്ദേഹം സത്യസന്ധമായിട്ടാണോ അവിടെ സംസാരിച്ചത്? അദ്ദേഹം പറയുന്നത് സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയ സൃഷ്ടിച്ചതാണെന്നാണ്. എന്തൊരു കാപട്യവും കള്ളത്തരവുമാണ് മിസ്റ്റർ റാഫേൽ തട്ടിൽ നിങ്ങൾ പറഞ്ഞത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന അർപ്പിക്കുന്നത് ഇലിസിറ്റ് ആണെന്ന് പ്രഖ്യാപിച്ചത് സിനഡാണല്ലോ. നിങ്ങൾ ഇലിസിറ്റ് ആണെന്ന് പ്രഖ്യാപിച്ച ആ കുർബാന നടപടിയെടുക്കാതെ അറച്ച് നിൽക്കുന്ന നിങ്ങൾ, മെത്രാന്മാർ 49 പേരും കൂടി ഒപ്പിട്ട് പ്രസ്താവന ഇറക്കിയത് യാഥാർത്ഥ്യമല്ലേ? മാർപ്പാപ്പ സിനഡ് കുർബാന അർപ്പിക്കണമെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടത് യാഥാർത്ഥ്യമല്ലേ? ഇത് സോഷ്യൽ മീഡിയ സൃഷ്ടിച്ചതാണോ? കളവായി സൃഷ്ടിച്ചതാണോ? ഇത്ര ഗുരുതരമായ പ്രശ്നത്തെ ഇങ്ങനെ ലഘൂകരിക്കാൻ നിങ്ങൾ അവിടെ വിമത പക്ഷം ചേർന്നു. നിങ്ങൾ അവിടെ ശ്രമിച്ചത് ഈ പ്രശ്നത്തെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ ഇതിനെ നീട്ടിക്കൊണ്ടുപോകാനോ വിമതരുടെ കയ്യടി നേടാനോ? എന്താണ് നിങ്ങളുടെ ആ വെടലച്ചിരിയുടെ അർത്ഥം? നിങ്ങൾ വിഡ്ഢിവേഷം കെട്ടി ആടുന്നയാളാണെന്ന് ധാരാളം പേർക്ക് അറിയാമായിരുന്നു. ഒരു മെത്രാനാകാൻ പോലും യോഗ്യതയില്ലാത്ത നിങ്ങൾ ഇന്ന് സഭയുടെ തലവനായിരിക്കുകയാണ്. തൃശ്ശൂരിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ 10 മക്കളിൽ 10ാമനായി ജനിച്ച് സ്നേഹം കിട്ടാൻ വേണ്ടി, അമ്മയുടെ മുലപ്പാല് കിട്ടാൻ വേണ്ടി ദാഹിച്ച് ചിരിച്ച് മനുഷ്യൻ ചിരിക്കണം ആവശ്യത്തിന്. പക്ഷേ നിങ്ങളുടെ ഈ വെടലച്ചിരി തന്നെ നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ, സഭാതലവനായ നിങ്ങൾ ആ സ്ഥാനത്തിന് എത്രയോ അനർഹനാണെന്ന് തെളിയിക്കുന്നതാണ് നിങ്ങളുടെ ആ വെടലച്ചിരി ഉണ്ടല്ലോ. 30 വോട്ട് കിട്ടിയ കല്ലറങ്ങാട്ട് പിതാവിനെ പോലുള്ളവര് വിനയത്തോടുകൂടി മാറി നിന്നപ്പോൾ നിങ്ങൾ ആ കസേരയിൽ കയറിയുന്നുകൊണ്ട് ഇത്രമാത്രം വ്യക്തിത്വമില്ലാത്ത നാടകങ്ങൾ കളിക്കുന്നു. അവിടെ വത്തിക്കാനിൽ ഈ സഭാതലവനെ തിരഞ്ഞെടുത്ത പിതാക്കന്മാർ തന്നെയാണ് ഇതിന് ഉത്തരവാദി. നിങ്ങളുടെ ഈ സഭാ സിനഡ് പിതാക്കന്മാരുടെ നിലവാരം എന്താണ് എന്ന് ഞങ്ങൾ വിശ്വാസികൾ സംശയിക്കുകയാണ്. ഇതുപോലുള്ള ഒരു സഭാതലവനെ തിരഞ്ഞെടുത്തത് ഒരുപക്ഷെ റാഫേൽ തട്ടിലിനെ സഭാതലവനായിട്ടും ബോസ്കോ പുത്തൂരിനെ എറണാകുളം അങ്കമാലിയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായിട്ട് വെച്ചതും ഇനി ചങ്ങനാശ്ശേരിക്കാർ വന്ന് ഇവിടെ ഭരിക്കേണ്ട ഈ തൃശ്ശൂർക്കാരെ കൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കാം എന്ന് വിചാരിച്ചായിരിക്കാം. ഇവരൊക്കിത് പരിഹരിച്ച് തരാമെന്ന് പറഞ്ഞ് ചാടിക്കയറി ഈ സ്ഥാനങ്ങൾ ഏറ്റെടുത്തപ്പോൾ ചങ്ങനാശ്ശേരി തെക്കുഭാഗത്തു നിന്നുള്ള മെത്രാന്മാർക്ക് തെറ്റുപറ്റി. കാരണം ഈ തൃശ്ശൂരിൻ്റെ സംസ്കാരം എന്താണ് എന്ന് നിങ്ങൾ പഠിക്കണം. ഇവിടെ കച്ചവട സംസ്കാരം, ചിട്ടിയും വട്ടിയും ബ്ലൈഡ് കമ്പനിയും ഒക്കെ തുടങ്ങിയ, ബാങ്കിങ് ഒക്കെ തുടങ്ങിയ തൃശ്ശൂർ, ഇന്ന് അവിടുത്തെ സുറിയാനി ക്രിസ്ത്യാനികളുടെ അവസ്ഥ ദയനീയമാണ്. മുസ്ലിങ്ങൾ വന്ന് അവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ കൈവശപ്പെടുത്തി ഇരിക്കുകയാണ്. തൃശ്ശൂരിലെയൊക്കെ നസ്രാണികൾ, ക്രിസ്ത്യാനികൾ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ്. തീറ്റയും കുടിയും ആഘോഷവും ചിട്ടിയും ഫ്ലൈഡ് കമ്പനിയും ഒക്കെ ആയി നടന്ന അതിൻ്റെയൊക്കെ ഒരു പ്രതീകം തന്നെയാണ് മാർ റാഫേൽ തട്ടിൽ. ഏതായാലും റാഫേൽ തട്ടിലിനെ വിലയിരുത്തുന്നതിൽ സിനഡ് പിതാക്കന്മാർ പരാജയപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല ഈ സിനഡ് പിതാക്കന്മാർക്ക് എന്തു പറ്റി? ഒരു ഫോട്ടോ കണ്ടു,
സിനഡ് പിതാക്കന്മാർ സഭയുടെ പെർമനന്റ് സിനഡ് വത്തിക്കാനിൽ ചെന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തിരിക്കുന്നു ബിസിനസ് എക്സിക്യൂട്ടീവുകളെ പോലെ സൂട്ടും കോട്ടും എല്ലാം ധരിച്ചുകൊണ്ട്. നിങ്ങൾ പുരോഹിതന്മാരാണ് എന്ന് മറന്ന് നിങ്ങൾ ബിസിനസ് എക്സിക്യൂട്ടീവുകളെ പോലെ ആകാൻ ശ്രമിക്കുന്നു. ഇത് മെത്രാന്മാർ മാത്രമല്ല, വൈദികരും തങ്ങളുടെ ഐഡന്റിറ്റി, തങ്ങളുടെ ആരാണ് എന്ന് മറന്നുകൊണ്ടാണ് സിനഡ് പിതാക്കന്മാരും ബിസിനസ് എക്സിക്യൂട്ടീവുകളെ പോലെ ആകാൻ ശ്രമിക്കുന്നു. ഇതാണ് ഇന്ന് സഭയിലുള്ള ഐഡന്റിറ്റി ക്രൈസിസ്. അത്തരമൊരു ഐഡന്റിറ്റി ക്രൈസിസ് സഭാ സിനഡിനെ പോലും ബാധിച്ചിരിക്കുന്നു. ആ ഐഡന്റിറ്റി ക്രൈസിസ് പുരോഹിതന്മാരാകാൻ, പുരോഹിതന്റെ റോൾ അത് പുരോഹിതന് പോലും ഇന്ന് ഇഷ്ടപ്പെടാത്ത സഭയിലെ മെത്രാന്മാർക്ക് പോലും, പെർമനന്റ് സിനഡിന് പോലും തങ്ങളുടെ സഭാവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വത്തിക്കാനിൽ പോപ്പിന്റെ അടുത്തും ഫോട്ടോയ്ക്കും പോസ്റ്റ് ചെയ്യാൻ കഴിയാതിരുന്ന സിനഡ് പിതാക്കന്മാരെ ഞാൻ ലജ്ജിക്കുകയാണ്. ഇവിടെ ഇതെന്തൊരു നാണം കെട്ട അവസ്ഥയാണ് സീറോ മലബാർ സഭയിൽ ഇപ്പോൾ ഉള്ളത്. കള്ളങ്ങൾ വിളിച്ചു പറയുന്ന വിമതന്മാര്, സഭാപിതാക്കന്മാർ തന്നെ അസത്യം സംസാരിക്കുന്നു. സഭയുടെ തലവൻ തന്നെ വെറും ഒരു വികടബുദ്ധിയായി ആടുന്നു. വളരെ ദയനീയം, പരമദയനീയമാണ് ഈ അവസ്ഥ. നന്ദി, നമസ്കാരം.